ഈ സുരേഷും ബിബീഷും സാബും ഒക്കെ എൻജോയ് ചെയ്തേക്കണ പോലെ അവൻ എൻജോയ് ചെയ്തിട്ടുണ്ടാവും ലൈഫ്. ഒരിക്കലും. Good morning guys, so welcome back to the Voyager. This is Aslam for you. So ഇന്ന് നമ്മുടെ ചിക്ക്മാംഗ്ലൂർ റൈഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു ട്രെക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. 6 മണിക്ക് പ്ലാൻ ചെയ്തതാണ്, പക്ഷേ എല്ലാവരും എണീറ്റ് റെഡി ആകുമ്പോഴേക്കും 7 മണി 7:30 കഴിഞ്ഞ്. അങ്ങനെ എല്ലാവരും സെറ്റായി വേഗം പോവാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ബൈക്ക് നിർത്തിയെടുത്ത് പോവാണ്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അവിടുന്ന് എല്ലാവരും ബൈക്ക് എടുക്കുന്നില്ല, കുറച്ച് പേര് ബൈക്ക് എടുക്കുന്നു, ബാക്കിയുള്ളവർ ജീപ്പുണ്ട്, അതിൽ പോകാമെന്ന് കരുതി. ബിക്കോസ് ട്രക്കിംഗ് ആണ്, അതിനിടയിൽ കുറച്ച് ഓഫ് റോഡും ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. നമ്മളിന്ന് പോകുന്ന ഹിൽസിൻ്റെ പേര് എറ്റിന ഭുജ എന്നാണ്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് കൃത്യം അറിയില്ല, പക്ഷേ എറ്റിന ഭുജ എന്ന് പറയും. അങ്ങനെ ബൈക്കും ജീപ്പെല്ലാം പാർക്ക് ചെയ്ത് പിന്നെ ട്രക്കിങ് തുടങ്ങി. ട്രക്കിങ് ആദ്യം കുഴപ്പമില്ലാണ്ട് ചെറിയൊരു കാട്ടിനുള്ളിലൂടെ ട്രക്കിംഗ് ആയിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരു ചായ കുടിച്ചിറങ്ങിയതാണ്, വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറി പോകും.
ഇതങ്ങ് കോഴി അവൻ കിட்ட കൂടെ See the views. കയറുമ്പോൾ ഈസിലാ, നീ ഇറങ്ങുമ്പോൾ ഇത് മാതിരില്ലേ, കൊഞ്ചം കൂടെ ആർക്കോടെ ഇറക്കും. நம்ம என்ன பண்றேன்னா இங்க போய் அந்த செல்ஃபி எடுத்து போடலாம். Come on guys. பெரியவர் எங்க இருக்கு? ரைட் லெஃப்ட். நான் பார்க்கிங் போட்டு நான் இதுக்கு மேல போக மாட்டேன். இதோ சொல்லியா? எஸ். வேற சொல்லுங்க. This is where my legend. Another legend. Actually, this one spot, you know. ആദ്യത്തെ പോലെ ഒന്നുമല്ല, പിന്നെ കുറച്ച് ടഫായി, കയറുന്നതൊക്കെ ടഫായി തുടങ്ങി. കാരണം നല്ല ചെരിവുണ്ട്, നല്ല സ്കിഡി കയറലാണ്. പിന്നെ അതേപോലെ പാറ പൊത്തിപ്പിടിച്ച് കയറണം, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അവിടെ മുകളിൽ പോയാൽ നല്ലൊരു വ്യൂ ഉണ്ട്. എനിക്ക് ആദ്യമേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് എടുത്താലും ആ ഒരു വ്യൂ കാണാമല്ലോ. ഇത്രയും രാവിലെ വന്ന് ഹിൽസ് ട്രക്കിങ് ചെയ്തിട്ട് പിന്നെ ആ വ്യൂ കാണാതെ പോകുക എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് ചേരില്ല. അതുകൊണ്ട് എന്തായാലും മുകളിലെത്തിയേ പറ്റുള്ളൂ. നേരെ നമുക്ക് മുകളിലോട്ട് പോകാൻ നേരത്തി ഒന്നും നോക്കിയില്ല, നേരെ കയറി. പിന്നെ മല കയറുമ്പോൾ ഈ ചെരിവ് മാത്രം അല്ലെങ്കിൽ പാറക്കെട്ടിൻ്റെ പ്രശ്നം മാത്രമല്ല, നല്ല കാറ്റുണ്ട് കാരണം നല്ല കാറ്റുണ്ട്. നമ്മൾ സൈഡിലോട്ട് പോകുമെന്ന് വരെ പേടി തോന്നും. പക്ഷേ ഇങ്ങനെ പിടിച്ച് മെല്ലെ കയറുക. തണ്ണി മട്ടം എടുക്കലല്ലേ. Oh fuck. Yeah. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആ പ്രതീക്ഷ കിട്ടി. സത്യം പറഞ്ഞാൽ പ്രതീക്ഷനേക്കാളും കൂടുതൽ കിട്ടി. കാരണം അത്രയും ഒരു നല്ലൊരു വ്യൂ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ടുള്ള റൈഡിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടതിൽ വെച്ച് നല്ലൊരു വ്യൂ, നല്ലൊരു കിട്ടിയൊരു ഗിഫ്റ്റായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രക്കിങ്. നല്ലൊരു വ്യൂ തന്നെയായിരുന്നു ഇവിടെ നിന്ന് കണ്ടത്. നല്ല കാറ്റുമുണ്ട്, നല്ല തണുപ്പുമുണ്ട്. അതുമാത്രമല്ല, ചിക്ക്മാംഗ്ലൂരിലെ എല്ലാ മലനിരകളും നമുക്ക് സുഖമായി ഇവിടെ നിന്ന് വാച്ച് ചെയ്യാം. അവിടെ നിന്ന് ആ ഒരു ട്രക്കിങ്ങിൻ്റെ ആ ഒരു ക്ഷീണം എല്ലാം നമുക്കൊന്ന് ഇവിടെ നിന്ന് ഒന്ന് കിടന്നാൽ മതി, എല്ലാം പോകും. ആകാശം കണ്ട് ആ മലകളുടെ നിരകൾ ഇടയിലൂടെ ഒരു നോക്കി അതൊരു ഫീൽ തന്നെയാണ്. ആസ്വദിച്ചറിയണം, ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ല, അതൊക്കെ വന്ന് ആസ്വദിക്കണം. ദിസ് ഈസ് എ പ്ലേസ് ടു ഹൈഡ് അവർ ഫീലിങ്സ്, റിലീഫ് അവർ സ്ട്രെസ് ആൻഡ് എൻജോയ് ദ ലൈഫ്. ജീവിതം എൻജോയ് ചെയ്യണം.
ಎಲ್ಲಿ ಸರ್ ಅದು ಇವ್ರಿಗೆ ಕಳಿಸಿ ಸರ್ ಬರ್ತೀವಿ ಅಲ್ಲ ಹೋಗಿ ನೀವು ಹೋಗಿ ಕರ್ಕೊಂಡ್ಬರ್ತೀರಾ ಅಯ್ಯೋ ಬನ್ನಿ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ടയേർഡൊക്കെ ഒഴിവാക്കി പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ കരുതി ഒരു ഹാഫ് ആൻ അവർ ഏകദേശം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ കരുതി. പിന്നെ കയറുന്ന പോലെ ആയിരുന്നില്ല ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒന്നാമത് ആ ഒരു കിട്ടിയ പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയമായിരുന്നു. അതിങ്ങനെ ചവിട്ടി ഇറങ്ങുമ്പോൾ പോകുന്നൊരു പേടി. പിന്നെ പിടിച്ച് ഇറങ്ങുക അതേ മാർഗമുള്ളൂ. ಎಲ್ಲ ನಮ್ಮನೆ ಪಕ್ಕನೇ ಆ ಕಡೆಯಿಂದ ಬನ್ನಿ ನೀವು. ಆ್ಯಕ್ಚುಲಿ ಇಲ್ಲಿ ಕುತ್ಕೊಂಡು ಅಲ್ಲಿ ಅಂದರೆ ನೀಟಾಗುತ್ತೆ ಅಂತ. ಅಲ್ಲ ಚಿಕ್ಕಮಗಳೂರು ತಾನೇ ಗೊತ್ತಿರುತ್ತೆ. ಕೇಳ್ತೀನಿ ನಾನು ಇದಲ್ಲ ಒರಿಸ್ಸಾ ಅಂತ. അങ്ങനെ നമ്മുടെ ചിക്ക്മാംഗ്ലൂർ റൈഡ് ഇതോടെ അവസാനിക്കുകയാണ്. ഇനി നേരെ റിസോർട്ടിൽ പോയി എല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോവാണ്. സോ ഇൻട്രോ കണ്ടതുപോലെ തന്നെ നല്ല എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിനായി എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുക, ഹിമാലയൻ ബീച്ച്. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ മുതൽ എനിക്ക് അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. സോ നെക്സ്റ്റ് നല്ലൊരു അഡ്വഞ്ചർ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ഇറ്റ്സ് മീ അസ്ലാം സൈനിങ് ഓഫ്.